നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ശാന്തമായി ഇരിക്കാം. ഇന്നീശു തിന്നാമം
ചുമ്മാ പോടുവായി. Thank you.
കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരവരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരവരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരവരുളണമേ. ദൈവമേ സ്തുതിക്കും. ഇന്നാരൂപം കുടിക്കും
നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അപ്പോൾ ആ നല്ലൊരു ദിവസത്തിനായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ആ ഒങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ആ സ്തോത്രം കർത്താവേ. അപ്പോൾ കർത്താവേ, ഈ വർഷത്തിൻ്റെ കർത്താവേ, ഈ 5-ാം മാസം അപ്പോൾ ഞങ്ങൾക്ക് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ, ഈ കാൽവരി തറവാട്ടിൽ ഒരുമിച്ചായിരിക്കാൻ തന്ന ഭാഗ്യത്തിനായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ കർത്താവേ, ആരംഭ സമയം തന്നെ അപ്പാ നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ അവിടുന്ന് സ്വർഗം ചായി ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. അപ്പാ കർത്താവേ, ഈ ദേശത്തെ സന്ദർശിപ്പാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ ഈ സമയം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പൊ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പൊ ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെല്ലാം ഭാരവിഷയങ്ങളോടെയാണോ അപ്പ കടന്നു വന്നിരിക്കുന്നത് കർത്താവെ, അതിന്മേലെല്ലാം ഇന്ന് പരിഹാരം വരുന്ന ദിവസമാകിയാൽ ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പ നിസ്സാരരായി ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരുന്നതിന് നന്ദി. അപ്പ കർത്താവെ, ആരംഭത്തിൽ തന്നെ അപ്പ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പ നിന്റെ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൊ ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും പേരുപേരായി നിന്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, രോഗസൗഖ്യങ്ങൾ വേണ്ടവർക്ക് കർത്താവെ ഇന്ന് സൗഖ്യം പകരുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിന്റെ രോഗങ്ങൾ സൗഖ്യമാകണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാണന്റെ അനിഷ്ടതകൾ സൗഖ്യമാകണമേ. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ബലഹീനതകളും മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൊ അവിടെ നിന്ന് ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗം ജായിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കർത്താവെ, ഞങ്ങൾക്കുള്ള ഏക യോഗ്യത അതാണല്ലോ. അപ്പ ഈ പാപികളായി ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടെ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പാ സ്വർഗമേ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നിമിഷങ്ങളാകിയാൽ ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അപ്പാ അവിടെ എഴുന്നള്ളി വരണമേ. അപ്പാ ഞങ്ങൾ നിന്നെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവെ, നിനക്ക് ഹല്ലേലൂയ പാടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവുകളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ നിന്നെ ആരാധിക്കുന്നവരായി മാറട്ടെ. അപ്പാ ഹല്ലേലൂയ. കർത്താവെ, നിന്റെ രണ്ടാമത്തെ വരവ് എപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവെ, അപ്പാ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എപ്പോഴാണ് മാറ്റപ്പെടുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവെ, അപ്പാ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്തോട് മനസ്സലിയണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരോടും മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പൊ അന്ന് യെരുശലേമിന്റെ മലഞ്ചെരുവുകളിൽ കൂടി അവിടെ നിന്ന് എഴുന്നള്ളി വന്ന് കർത്താവെ ജീവന്റെ ശബ്ദം അവിടെ നിന്ന് കേൾപ്പിച്ചുവല്ലോ. കർത്താവെ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ വിഭാഗിച്ചു തന്നുവല്ലോ. അപ്പൊ കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് സ്വർഗീയ മന്ന ഞങ്ങൾക്ക് പൊഴിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗം ചായച്ചിറങ്ങി വരുന്നതിന് നന്ദി. അപ്പ അടികൾക്കായി ജീവൻ നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ചേർന്ന് പാടാം. വേദവാക്യമേ എന്നെ നവ്യമാക്കണേ, വേദവാക്യമേ എന്നെ നവ്യമാക്കണേ, വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ, വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ, തരുന്ന ദൂതുകൾ ആർക്കും തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോദിടാം, വരുന്നതെന്നും വരണമെന്നല്ലാതെനിക്കു പാടില്ല, വരുന്നതെന്നും വരണമെന്നല്ലാതെനിക്കു പാടില്ല, കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി, കുരിശിൽ തൂങ്ങിയോൻ
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവദൂതന്മാരെ കുറിച്ചാവുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനം എന്ന് നാം കഴിഞ്ഞ നാളുകളിൽ കണ്ടു. ദൈവ തേജസ്സിന്റെ പ്രതിഫലനം ദൈവദൂതന്മാരിൽ കൂടി എന്ന് നാം കണ്ടു. ദൂതന്മാരും മനുഷ്യജീവികളും, അതെ, ദൂതന്മാരും ഈ മനുഷ്യരായ നാമം. നമുക്ക് പഴയ നിയമ കാലഘട്ടങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം, ദൈവദൂതന്മാർ പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് അബ്രഹാമിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി സ്വന്തം ജനങ്ങളിൽ നിന്ന് ഒരു മണവാട്ടിയെ അന്വേഷിച്ച് പുറപ്പെട്ട ഏലിയാസറിന് അത് അനുഭവമായി. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യുവതിയുടെ അടുക്കൽ തന്നെ ദൂതൻ അവനെ നയിച്ചതായിട്ട് നാം കണ്ടു. ഏലിയാസറിന് തനിയെ അവളെ കണ്ടെത്തുവാൻ കഴിയുമായിരുന്നില്ല. അതെ, അബ്രഹാമിന്റെ മകന് വേണ്ടി ഒരു മണവാട്ടിയെ തെരഞ്ഞെടുക്കുവാനായിട്ട് പോവുകയാണ്. ഏലിയാസറിനെ ഫലമേൽപ്പിച്ചതായിട്ട് നാം കണ്ടു. പക്ഷേ ദൈവത്തിന്റെ ദൂതന്റെ സഹായത്താൽ ആ യുവതിയുടെ അരികിൽ എത്തിച്ചേർന്നതായിട്ട് നാം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. ഇന്ന് നാം ചിന്തിക്കുന്നത് യെരുശലേം നഗരത്തിന്റെ കാവൽ ദൂതൻ എത്രമാത്രം ചിന്തയുള്ളവനായിരുന്നു എന്ന് നമുക്കിന്ന് നോക്കാം. യെരുശലേം നഗരത്തിന്റെ കാവൽ ദൂതൻ. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ നഗരത്തിനും, ഓരോ കുടുംബത്തിനും, ഓരോ വ്യക്തികൾക്കും ദൈവം കാവൽ ദൂതന്മാരെ നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് വായിച്ചു കേൾക്കാം സഖരിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എന്നാറേ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അതിനെ യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. ഒരിക്കൽ കൂടി വായിച്ചു കേൾപ്പിക്കാം. എന്നാറേ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അതിനെ യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. Then the angel of the Lord said, Lord Almighty, how long will you withhold mercy from Jerusalem and from the towns of Judah, which you have been angry with these 70 years? So the Lord spoke kind and comforting words to the angel who talked with me. അതേ, കാവൽ ദൂതൻ പ്രവാസികളായ യഹൂദന്മാരുടെ ദുഃഖത്തിൽ എത്രയധികം ഉത്കണ്ഠാകുലനായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സഖരിയ പ്രവാചകൻ കാണുകയാണ്, എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, നീ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണാതിരിക്കുമെന്ന് ചോദിച്ചു. അതിനെ യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം കേട്ടത്? 70 സംവത്സരമായി ഒരു ജനത്തോട് ദൈവം ക്രുദ്ധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത്രയും പ്രായമായി നമ്മോടും ദൈവം ക്രുദ്ധിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലാണോ പ്രിയപ്പെട്ടവരെ നാം മുന്നോട്ട് പോകുന്നത്? പക്ഷേ ദൈവം പറയുകയാണ്, ഞാൻ അവരോട് കരുണ കാണിക്കുമെന്ന് പറയുകയാണ്. ആ ദൂതനോട് പറയുകയാണ്, നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടത് എന്തെന്നാൽ, സഖരിയാവിനോട് പറയുകയാണ്, നീ പ്രസംഗിച്ച് പറയണം. എന്താണ് പറയേണ്ടത്? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരുശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു എന്ന്. അതേ, ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തീഷ്ണതയോടെ എരിയുവാൻ കാരണം. യെരുശലേമിനും
സിയോന് വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈരമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എന്റെ ആലയം അതിൽ പണിയും. യെരൂശലേമിൽ യഹോവയുടെ അരുളപ്പാട്, യെരൂശലേമിൽ മേൽ അളവുനൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതേ പ്രിയപ്പെട്ടവരെ, യെരൂശലേമിൽ ദേവാലയം പണിയുമെന്ന് അരുളി ചെയ്യുകയാണ്. എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമെന്ന്. അതേ ഇപ്രകാരം പറയുകയാണ്. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, പട്ടണങ്ങൾ വിശാലത പ്രാപിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയമായി നാം മാറിയാൽ നമുക്കൊരു വിശാലത ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അടുത്തായി യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നു, ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമെന്ന്. അതെ, തിരഞ്ഞെടുക്കുന്നവനായ ദൈവം, ആശ്വസിപ്പിക്കുന്നവനായ ദൈവം, വിശാലത തരുന്നവനായ ദൈവം പ്രിയപ്പെട്ടവരെ. സക്കറിയ പ്രവാചകനിൽ കൂടി അരുളപ്പാട് തരികയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ചില വിശാലതകൾ ഈ നാളുകളിൽ ദൈവം തരും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ചില വിശാലതകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചില ഞെരുക്കങ്ങൾ അനുഭവിച്ചുകൊണ്ടാണോ ഇത്രയും നാളുകൾ കഴിഞ്ഞത്? എന്നാൽ ഇന്നു മുതൽ നാം ഒരു വിശാലതയിലേക്ക് കിടക്കുമെന്ന് നിങ്ങളെ ഞാൻ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഒരു വിശാലത തരുന്നവനായ ദൈവം, അതുപോലെ തന്നെ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവം ആശ്വാസം തരും പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിലെ മനുഷ്യർക്കൊന്നും നമ്മൾക്ക് ആശ്വാസം തരാൻ കഴിയുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമ്മളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെ തിരഞ്ഞെടുക്കുന്നവനായ ദൈവം, അവന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അനേകരെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരാകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഈ സമയം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാവൽ ദൂതൻ പ്രവാസികളായ യഹൂദന്മാരുടെ ദുഃഖത്തിൽ എത്രയധികം ഉത്കണ്ഠാകുലരായിരുന്നു എന്ന് നാം കണ്ടു പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മാക്കളെ കാവൽ ചെയ്യുന്നതിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ദൂതന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ആത്മാക്കളെ കാവൽ ചെയ്യുന്നതിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ദൂതന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ആത്മാക്കളെ കാവൽ ചെയ്യുന്നവനായ ദൈവദൂതന്മാർ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിൽ നമ്മുടെ ആത്മാക്കൾ വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നാം ചിന്തിക്കാറുണ്ടോ, എൻ്റെ ആത്മാവിനെ കാവൽ ചെയ്യുന്നവനായ ഒരു ദൂതനുണ്ട് എന്ന്? സ്വർഗത്തിലെ ദൈവം നമ്മെ ഈ സമയം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാവൽ ദൂതൻ പ്രവാസികളായ യഹൂദന്മാരുടെ ദുഃഖത്തിൽ എത്രയധികം ഉത്കണ്ഠാകുലരായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കും എൻ്റെ ദുഃഖം കാണാൻ ആരുണ്ട്, എൻ്റെ സങ്കടം കാണാൻ ആരുണ്ട് എന്ന് നാം ചിന്തിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളും വേദനകളും അറിയുന്നവനായ ഒരു ദൂതൻ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മാക്കളെ കാവൽ ചെയ്യുന്നതിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ദൂതന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തായി നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവദൂതന്മാരും മനുഷ്യജീവികളും. അതെ, ദൂതന്മാർ മനുഷ്യരോട് ഇടപെടുകയാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ നാം കണ്ടത് ദൂതന്മാർ സഖരിയ പ്രവാചകനോട് ഇടപെട്ടതായ വാക്യങ്ങളാണെന്ന് പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ചിന്തിച്ചത്. അടുത്തായിട്ട് നമുക്ക് ചിന്തിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം. അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവോട്, ഇവനോട് കൂടെ പോകാം, അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഇവിടെ രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ആരാണ്? ഏലിയ പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ. യഹോവയുടെ ദൂതൻ പറയുകയാണ്, ഇവനോടുകൂടെ പോകാം, ഇവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു. പോയി രാജാവിന്റെ ദൂതന്മാരെ കാണുകയും ഏലിയ അവനോടൊരു ദൂതൻ കൽപ്പിക്കുകയാണ്. പിന്നീട് ഭയപ്പെടാതെ രാജാവ് അയച്ച സേനാപതിയോടുകൂടെ പോകുവാൻ കൽപ്പിക്കുകയാണ്. ദൂതൻ നൽകിയ ഉറപ്പോടുകൂടി ഭയരഹിതനായി മുന്നോട്ട് ചെന്ന് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ അഗസ്യ രാജാവിനോട് അരുളപ്പാട് അറിയിക്കുവാൻ ഏലിയാവിന് കഴിഞ്ഞു എന്നാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം വായിക്കുന്നത്. The angel of the Lord said to Elia, go down with him, do not be afraid of him. So Elia got up and went down with him to the king. അതേ പ്രിയപ്പെട്ടവരെയും ഇവിടെ നാം കാണുകയാണ്, ശമരിയ രാജാവായ അഗസ്യാവ് തന്റെ മാളികയുടെ കിളിവാതിലിൽ നിന്ന് വീണ്
ദീനം പിടിച്ച അവസ്ഥയിൽ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. രാജാവ് ദീനം പിടിച്ച അവസ്ഥയിൽ ഇരിക്കുന്നു. അഗസ്യാവ് ശമരിയയിലെ തന്റെ മാളികയുടെ കിളിവാതിൽ കൂടി വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചെന്ന് ചോദിപ്പീനെന്ന് അവരോട് കൽപ്പിച്ചു. അതെ, രാജാവ് കൽപ്പിക്കുകയാണ്, അവിടുത്തെ ഒരു ദേവനുണ്ട്, ആ ദേവന്റെ പേരാണ് ബാൽസെബൂബ്. ആ ബാൽസെബൂബിനോട് ചെന്ന് ചോദിക്കൂ, എന്റെ ഈ ദീനം സൗഖ്യമാകുമോ എന്ന് ചോദിക്കാനായിട്ട് ദൂതന്മാരെ ഏർപ്പാടാക്കുകയാണ്. തന്റെ സേവകന്മാർ ചെന്ന് ചോദിപ്പാനായിട്ട് പോകുമ്പോൾ, എന്നാൽ യഹോവയുടെ ദൂതൻ തിസ്ബിനായി ഏലിയാവിനോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമരിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബെൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത് എന്ന്. ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്നും യഹോവ അരുളിച്ചെയ്യുന്നു. അതേ, പ്രവാചകൻ തന്റെ ദൂതന്മാരെ, അഗസ്യാവിന്റെ ദൂതന്മാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിശ്ചയമായും നിന്റെ രാജാവ് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ മരിക്കുമെന്ന്, ആ ദീനം സൗഖ്യമാകുകയില്ല എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാവ് പോയി. ദൂതന്മാർ മടങ്ങി വന്നാറേ അവൻ അവരോട്, നിങ്ങൾ മടങ്ങി വന്നത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഒരാൾ ഞങ്ങൾ എതിരേറ്റു വന്ന് ഞങ്ങളോട്, നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ അയക്കുന്നത്. ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് അവനോട് പറവീൻ എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ എതിരേറ്റ് വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്താ എന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അതെ, രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു ഏലിയ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ. അപ്പോൾ രാജാവ് പറയുകയാണ്, അവൻ തിസ്ബിനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു. പിന്നെ രാജാവ് 50 പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ 50 ആളെയും അവന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ ഒരു മലമൂളിൽ ഇരിക്കുകയായിരുന്നു. അവൻ അവനോട്, ദൈവപുരുഷ, ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അതെ, രാജാവ് ആളയക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകനെ പിടിച്ചുകൊണ്ട് ചെല്ലുവാൻ. 50 ആളെയും അവന് അധിപതിയായവനെയും അയക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ദൈവപുരുഷ, ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവശക്തി ഒരു മനുഷ്യന്റെ മേൽ യഥാർത്ഥമായി ഇറങ്ങി നിന്നാൽ അവന്റെ മേൽ ഒരു സൈന്യമായി വന്നാൽ പോലും തീയിറങ്ങി ദഹിപ്പിച്ചു കളയും എന്നാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത 50 ഗ്രൂപ്പിനെ അയക്കുകയാണ്. വീണ്ടും അയക്കുകയാണ് 50 ഗ്രൂപ്പിനെ. അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ 50 പേർക്ക് അധിപതിയായ മറ്റൊരുത്തനെയും അവന്റെ 50 ആളെയും അവന്റെ അടുക്കൽ അയച്ചു. അവനും അവനോട്, ദൈവപുരുഷ, വേഗത്തിൽ ഇറങ്ങിയൊരുവൻ രാജാവ് കൽപ്പിക്കുന്നു. ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. മൂന്നാമതും അവൻ 50 പേർക്ക് അധിപതിയായ ഒരുത്തനെയും അവന്റെ 50 ആളെയും അയച്ചു. ഈ മൂന്നാമത് 50 പേർക്ക് അധിപതിയായവൻ ചെന്ന് ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട്, ദൈവപുരുഷനായുള്ളവേ, എന്റെ പ്രാണനെയും എന്റെ ദാസന്മാരായ എന്റെ 50 ആളുടെ പ്രാണനെയും ആദരിക്കണമേ എന്ന് പറഞ്ഞു. അതെ, മൂന്നാമത് വന്ന 50 പേരുടെ അധിപതിയായവൻ പറയുകയാണ്, എന്റെയും ഈ 50 പേരുടെയും പ്രാണനെ ആദരിക്കണമേ എന്ന് ആ ദൈവപുരുഷന്റെ അരികിൽ പറയുകയാണ്. പ്രാണനെയും ആദരിക്കണമേ. ആകാശത്ത് നിന്ന് തീയിറങ്ങി 50 പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ 2 പേരെയും അവരുടെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ, എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമേ എന്ന് അപേക്ഷിച്ചു. അതെ, പ്രാണനെ ആദരിക്കുന്നവനായ ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നാം ദൈവത്തോട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാണനെ ആദരിക്കുന്നവനായ ഒരു സ്നേഹമുള്ള പിതാവുണ്ട് പ്രിയപ്പെട്ടവരെ.
അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവോട് പറയുകയാണ്, ഇവനോടുകൂടെ പോകാം, അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ബാക്കി 2 ഗ്രൂപ്പുകളും ആ പ്രവാചകനെ നശിപ്പിക്കാനായിട്ട് വന്നതായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ മൂന്നാമത് വന്നവൻ ആ ഏലിയ പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ പ്രാണനെ ആദരിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രാണനെ ആദരിക്കുന്നവനായ ഒരു ദൈവം. അപ്പോൾ യഹോവയുടെ ദൂതൻ ഏലിയാവോട് ഇവനോടുകൂടെ പോകാം, ഇവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു. അവനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബേൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത്? അതേ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ദൈവത്തോട് നീ അരുളപ്പാട് ചോദിച്ചിട്ട് മതി പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിൽ നിന്നുള്ള അരുളപ്പാട് ചോദിക്കുന്നതിന് പകരം ചില ദേവന്മാരുടെ പിറകെ പോയി ബേൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത് എന്താണെന്നാണ്. ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് അരുളപ്പാട് വരികയാണ് പ്രിയപ്പെട്ടവരെ. ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി. അവന് മകനില്ലായതുകൊണ്ട് അവന് പകരം യഹോരാം യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകനായ യഹോരാമിന്റെ 2-ാം ആണ്ടിൽ രാജാവായി. അഗസ്ത്യാവ് ചെയ്തിട്ടുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ഈ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ. എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്കിതിൽ നിന്നുള്ള പാഠം? ദൈവദൂതൻ തൻ്റെ ദൈവപുരുഷനിൽ കൂടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരു ദൈവപുരുഷന്റെ പ്രാണൻ 50 പേർക്ക് അധിപതിയായുടെ മേൽ ദൈവത്തിൽ നിന്ന് തീ ഇറങ്ങി ദഹിപ്പിച്ചു കളഞ്ഞുവെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ദൈവാത്മാവുള്ളവരായി നിന്നാൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ തീ ഉള്ളവരായി നാം നിന്നാൽ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചിലതെല്ലാം ചെയ്യും പ്രിയപ്പെട്ടവരെ. ചില ശത്രുക്കളുടെ മേൽ ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകനെ സംരക്ഷിച്ചവനായ ദൈവം, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചെന്ന് അരുളപ്പാട് ചോദിച്ചത്? പ്രിയപ്പെട്ടവരെ, നാമം ഇന്ന് പലരോടും അരുളപ്പാട് ചോദിക്കാൻ നടക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആദ്യം ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുക പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവമേ, ഞാൻ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുക പ്രിയപ്പെട്ടവരെ. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരോട് അരുളപ്പാട് ചോദിക്കാനും വിവരം തിരക്കാനും പോകാവൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ജീവനുള്ളവനായ ഒരു ദൈവത്തെയാണ് ഞാൻ ഈ സമയം പരിചയപ്പെടുത്തി തരുന്നത്. സ്വർഗത്തിലെ ദൈവം ജീവനുള്ളവനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അവൻ്റെ അരികിലേക്ക് ഏതെല്ലാം വിഷയങ്ങളുമായി കടന്നു ചെന്നാലും അവൻ്റെ അരികിൽ ഉത്തരമില്ലാത്ത ഒരു വിഷയമില്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നാം ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കും, ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നവരായിരിക്കും പ്രിയപ്പെട്ടവരെ. അടുത്ത നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യവും 5-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. ദൂതന്മാരും മനുഷ്യജീവികളും, അതേ ദൈവദൂതന്മാർ മനുഷ്യരോട് ഇടപെടുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 3-ാം വാക്യവും 5-ാം വാക്യവും വായിച്ചു കേൾക്കാം. കൊർന്നല്യോസ് പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. 5-ാം വാക്യം, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അതേ പ്രിയപ്പെട്ടവരെ, കൊർന്നല്യോസ് പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനം കാണുകയാണ്. ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അതെ, പേർ ചൊല്ലി വിളിക്കുന്നവനായ ദൂതൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പേരറിയാവുന്നവനായ ഒരു ദൂതൻ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കൊർന്നല്യോസിനെ വിളിക്കുകയാണ്. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക എന്ന് പറഞ്ഞു. One day at about 3 in the afternoon he had a vision. He distinctly saw an angel of God who came to him and said, Cornelius, now send men to Joppa to bring back a man named Simon who is called Peter.
അതെ, പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിക്കുവാൻ ആളയക്കുവാനായിട്ട് ദൈവത്തിന്റെ ദൂതൻ കൊർന്നല്യോസിനെ ഫലമേൽപ്പിക്കുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ നാം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ 10-ാം അധ്യായത്തിലാണ് നാം ഈ ഭാഗം കാണുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം നോക്കുമ്പോൾ നമുക്കറിയാം, കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ കൊർന്നല്യോസ്. ഇത്താലിക എന്ന പട്ടാളത്തിൽ ഒരു ശതാധിപനായിരുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപതിയായ ഒരു പട്ടാളത്തിന്റെ സേനാ നായകനാണ് ഈ കൊർന്നല്യോസ്. ഈ കൊർന്നല്യോസ് തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു പട്ടാളക്കാരനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒരു പട്ടാളക്കാരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുകയില്ല പ്രിയപ്പെട്ടവരെ. എത്ര തിരക്കുള്ള ജോലിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ. ഇവിടെ കാണുകയാണ്, അവൻ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അതേ പ്രിയപ്പെട്ടവരെ, സ്പഷ്ടമായി കാണാം. ചില ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നത് സ്പഷ്ടമായി കണ്ടു എന്നാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുന്നത്. സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അതെ, പേര് ചൊല്ലി വിളിക്കുകയാണ് ദൈവത്തിന്റെ ദൂതൻ. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താവുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അതെ, തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുകയാണ്. അവന്റെ വീട് കടൽപ്പുറത്താണ്. ഇപ്പോൾ പത്രോസിനെ നമുക്ക് കാണുന്നത് കടൽപ്പുറത്താണ്. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് ആളയക്കുകയാണ്. അതെ, 2 പേരെയും തന്റെ വേലക്കാരിൽ 2 പേരെയും അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ചു. അങ്ങനെ 3 പേരെ അയക്കുകയാണ്. എന്തിനാണ് കൊർന്നല്യോസ് അയക്കുന്നത് പ്രിയപ്പെട്ടവരെ? അവിടെ നിന്ന് പത്രോസിനെ വിളിച്ചുകൊണ്ട് വരുവാനാണ് പറയുന്നത്. പിറ്റന്നാൾ അവർ യാത്ര ചെയ്തു പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്തെ പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും കണ്ടു. അതെ, ഈ സമയം പത്രോസിനും ഒരു ദർശനം ഉണ്ടാവുകയാണ്. കൊർന്നല്യോസിന്റെ വീടിൽ നിന്ന് 3 പേർ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അതേസമയം കടൽപ്പുറത്ത് താമസിക്കുന്നവനായ പത്രോസിന് ഒരു ദർശനം ദൈവം കൊടുക്കുകയാണ്. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വിട്ടു ഒരു പാത്രം വരുന്നവൻ അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. പത്രോസ് ആ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയെ കാണാം, ഇഴജാതികളെ കാണാം, ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസിന് പറയുകയാണ്, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ഒരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ് പറഞ്ഞു, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അങ്ങനെ ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പത്രോസ് ഉള്ളിൽ ചഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. ഇത് ശീമോന്റെ വീടാണോ എന്ന് ചോദിച്ച്. അപ്പോൾ പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. ഇവിടെയാണോ പത്രോസ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തൊട്ടു നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ നമ്മളെ തൊട്ട് തൊട്ട് വഴി കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പത്രോസ് ഭവനത്തിനുള്ളിലിരിക്കുന്ന പത്രോസിനോട് പറയുകയാണ്, ദൈവാത്മാവ് പറയുകയാണ്, ഇതാ നിന്നെക്കാത്ത 3 പേർ പുറത്തുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിപ്പാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തൊട്ട് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവാം ദൈവം. ഈ ആത്മാവിന് വേണ്ടി നാം കൊതിച്ചാൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്ന് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ടവരെ, പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങി ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ. നിങ്ങൾ വന്ന സംഗതി എന്താ എന്ന് ചോദിച്ചു. അതിനവൻ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ, ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായി ഈ പത്രോസിനെ വീട്ടിൽ വിളിച്ചു വരുത്തി വചനം കേൾക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അതിന് അവൻ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്ത് വിളിച്ചു പാർപ്പിച്ചു. പിറ്റന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. അതെ, അന്ന് അവിടെ വീട്ടിൽ ആ 3 പുരുഷന്മാരെ താമസിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിനുശേഷം പിറ്റന്നാൾ കൈസരിയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൊർന്നല്യോസ് തന്റെ അടുത്ത ചാർച്ചയിലുള്ളവരെയെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ പത്രോസ് പറയുകയാണ്, എഴുന്നേൽക്കാൻ, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാവുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നതെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ജാതിയിലോ ഒരു മതത്തിലോ പെട്ടവനെ, ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പഠിപ്പിക്കുകയാണ്. അന്യജാതിക്കാരന്റെ അടുക്കൽ യഹൂദൻ ചെല്ലാറില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അന്യജാതിക്കാരനെ അരികിലേക്ക് പത്രോസിനെ അയക്കുകയാണ്. ദൈവം അവനെ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഒരു മനുഷ്യനെയും മലിനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാവുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് കൊർന്നല്യോസ് പറയുകയാണ്, 4 ആകുന്നാൾ ഈ നേരത്തെ ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച പത്രോസിന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കാം. അവൻ കടൽപ്പുറത്ത് തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുന്നത് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിൽ കേൾക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന്. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനമാണ് പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനമാണ്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ. യഹൂദിയ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമെല്ലാം ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം
അവനോടുകൂടെ തിന്നു കുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു എന്ന്. അവനെ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരെ സാക്ഷ്യം പറയുന്നു. അതെ, അവനെ വിശ്വസിക്കുന്ന ഏവനും യേശുവിന്റെ നാമത്തിൽ മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവർ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രിയപ്പെട്ടവരെ നാം ചിന്തിച്ചത്? പത്രോസ് പ്രസംഗിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ജാതികളുടെ മേൽ കൂടിയും പരിശുദ്ധാത്മാവിനെ പകരുന്നവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ നിന്റെ ആത്മാവിനെ പകരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ദർശനങ്ങൾ കാണും, യൗവനക്കാർ ദർശനങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുന്ന നാളുകളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്ന്? എന്ത് പ്രസംഗിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്? യേശുവിന്റെ നാമനിമിത്തം പാപമോചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കർമ്മമാർഗങ്ങളും ക്രിയകളുമായി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓ ഹല്ലേലൂയ! ഇന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്കായി നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയപ്പെടാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഓ ജാതികളുടെ മേൽ കൂടി പരിശുദ്ധാത്മാവ് വന്നു എന്ന് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അന്യഭാഷകൾ നിങ്ങൾക്ക് വേണമോ? ദൈവത്തെ മഹത്വീകരിക്കുന്ന കേൾക്കൽ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വീകരിക്കുകയും ചെയ്തു. ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നു കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അതേ പ്രിയപ്പെട്ടവരെ, സ്നാനം കഴിപ്പാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? വെള്ളത്താലുള്ള സ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽപ്പാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നാനത്തിലേക്ക് വഴി നടത്തുന്നതായിരിക്കുമെന്ന് ഞാൻ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവർ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അയച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് കാരണമായി കൊർന്നല്യോസിനെ ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തതായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അതേ, ദൂതന്മാർ മനുഷ്യജീവികളുമായി ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ദാനിയേൽ എന്ന ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്ന് ഈ എല്ലാറ്റിന്റെയും സാരം ചോദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു എന്ന്. ഒരുത്തന്റെ അടുക്കൽ ചെന്ന് ഈ എല്ലാറ്റിന്റെയും സാരം ചോദിച്ചു. ആ ഒരുത്തൻ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവദൂതനാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ എന്ന ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്ന് ഈ എല്ലാറ്റിന്റെയും സാരം ചോദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു എന്ന്. I approached one of those standing there and asked him the true meaning of all this. So he taught me and gave me the interpretation of these things. The 4 great beasts are 4 kingdoms that will rise from the earth. അതെ പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ കാര്യത്തിൽ എന്ന പോലെ ദൈവിക പരിപാടികളും ദൈവ ഉദ്ദേശ്യവും മനസ്സിലാക്കുവാൻ ദൂതന്മാർ നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തതായി ദാനിയേൽ പ്രവാചകന്റെ ദൈവം കാണിക്കുകയാണ് 4 മഹാമൃഗങ്ങൾ. അത് 4 രാജാക്കന്മാരെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അത് ദാനിയേലിന്റെ നാളുകളിൽ അത് നടന്നതായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നത്.
അടുത്തതായി അപ്പോസ്തലനായ യോഹന്നാന് ഒരു ദൂതൻ ദൈവത്തിന്റെ നഗരം കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ നഗരം യോഹന്നാൻ അപ്പോസ്തലന് കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ദൂതൻ സംഭവിക്കാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യവും 22-ാം അധ്യായം 6-ാം വാക്യവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹമില്ലേ ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന എന്തെന്ന് പഠിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് ദൈവദൂതൻ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കൂടിയും 22-ാം അധ്യായത്തിൽ കൂടിയും ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകങ്ങളാണ് പ്രിയപ്പെട്ടവരെ വെളിപ്പാട് പുസ്തകം 21-ഉം 22-ഉം അധ്യായങ്ങൾ. അതിൽ കൂടി ദൈവം വെളിപ്പെടുത്തുകയാണ്, യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതെ, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തൻ്റെ ദൂതനെ അയച്ചു എന്ന്. അതെ, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നവനായ ദൂതൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പോസ്തലന് കാണിച്ചു കൊടുത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും കാണിച്ചു തരുവാൻ ഈ ദൂതൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? 21-ാം അധ്യായം അവസാന ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടുവെന്ന്. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ താമസിക്കുന്നത് 1-ാമത്തെ ഭൂമിയിലും 1-ാമത്തെ ആകാശത്തിലും. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ് ഇനിമേൽ സംഭവിക്കാൻ ഇരിക്കുന്നത് എന്ത് എന്ന്. അതായത് ഈ പഴയ ആകാശവും പഴയ ഭൂമിയും മാറിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ യെരുശലേം വരികയാണ്. പുതിയ യെരുശലേം എന്ന പുതിയ നഗരം, പുതിയ ഭൂമിയും. ഇനി പുതിയ ഭൂമിയും പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഏതാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടി? അത് നാം ഓരോരുത്തരുമാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാട് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി, അവൻ നമ്മെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അവന്റെ മണവാട്ടികളാക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കാന്തയാവുക. അവൻ എന്നെ ആത്മവ്യവസ്ഥയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് വശത്ത് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോലും ഉണ്ടായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം കാണിച്ചു തരികയാണ്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മേച്ചതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല എന്ന്. അതെ, അടുത്തതായി 22-ാം വാക്യം, 22-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചു കേൾക്കാം. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തന്റെ ദൂതനെ അയച്ചു എന്ന്. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു.
വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരായി വാഴുന്ന നല്ല നാളുകൾ. വീതിയുടെ നടുവിൽ സ്വർഗത്തിന്റെ ദർശനമാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാന് കാണിച്ചു കൊടുത്തത്. സ്വർഗം എന്താണെന്നാണ് പ്രിയപ്പെട്ടവരെ കാണിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അവിടെ ശുഭ്രമായ പടങ്ക് നദി, ജീവജല നദികൾ. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ക്കുന്നു. 12 വിധം ഫലം കായ്ച്ചും മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല എന്ന് ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുകൂടെ രാജാക്കന്മാരായി വാഴുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമാണ്. അടുത്തതായി നമുക്ക് കാണാം, one of the 7 angels who had the 7 bowls full of the 7 last plagues came and said to me, "Come, I will show you the bride, the wife of the Lamb." കുഞ്ഞാടിന്റെ വൈഫാവാൻ നമ്മൾ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ മണവാട്ടി. Revelation 22:6, the angel said to me, "These words are trustworthy and true. The Lord, the God of the spirit of the prophets, sent his angel to show his servants the things that must soon take place." അതെ പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ദൂതന്മാർ സംസാരിച്ചതായി തിരുവെഴുത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തായി നമുക്ക് കാണാം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ദൂതന്മാർ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തായി നമുക്ക് കാണാം നാം എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചത്. ആദ്യമായി നാം സെഖരിയ പ്രവാചകനോട് ദൂതൻ ഇടപെട്ടത് നാം കണ്ടു. രണ്ടാമതായി നാം ഏലിയ പ്രവാചകനോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചത് കണ്ടു. മൂന്നാമതായി യോഹന്നാൻ കൊർന്നല്യോസിനോട് ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ടത് നാം കണ്ടു. ഇപ്പോൾ നാം ചിന്തിച്ചത് യോഹന്നാൻ അപ്പോസ്തലന് സ്വർഗത്തിന്റെ കാഴ്ച ദൂതൻ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തായി ദൈവത്തിന്റെ ദൂതന്റെ ഇടപെടൽ നമുക്ക് കാണാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, അകത്ത് കിടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികിൽ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ടു മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, "നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞ് ഓർത്തുകൊള്ളുവിൻ" എന്ന് പറഞ്ഞു. But when they entered, they did not find the body of the Lord Jesus. While they were wondering about this, suddenly 2 men in clothes that gleamed like lightning stood beside them. In their fright, the women bowed down with their faces to the ground. But the men said to them, "Why do you look for the living among the dead? He is not here. He has risen. Remember how he told you why he was still with you in Galilee. The Son of Man must be delivered into the hands of sinful men, be crucified, and on the 3rd day be risen again." അതെ പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ സന്ദേശവാഹകരാണ്. ദൂതനിൽ നിന്നും സന്ദേശം ലഭിച്ചിട്ടുള്ള മനുഷ്യർ ആരും വഴിതെറ്റി പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൂതന്മാർ സ്വർഗത്തിലെ പ്രഭുക്കന്മാരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭാഗം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിനെ പാപികളായ മനുഷ്യരുടെ കൈകളിൽ കർത്താവായ യേശുക്രിസ്തു അകപ്പെട്ടു.
അവൻ ഏറ്റതായ പീഡാസഹനങ്ങൾ പ്രിയപ്പെട്ടവരെ, അവന്റെ പുറമെല്ലാം അവർ ചാട്ടവാറുകൊണ്ട് അടിച്ചു, അവന്റെ ശിരസിലേക്ക് മുൾമുടി വെച്ചു, ഭാരമുള്ള ആ കുരിശ് അവന്റെ ശിരസിന്മേലിലേക്ക് വെച്ചു കൊടുത്തു. ആ യെരുശലേം വീതിയിൽ കൂടി അവൻ മന്ദം മന്ദം നടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവിടുത്തെ ന്യായാധിപനായ പീലാത്തോസ് പറഞ്ഞു, ഇവനെ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു അസാധാരണമായ വിധിയായിരുന്നു അന്ന് പുറപ്പെടുവിച്ചത്. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് പീലാത്തോസിന് അങ്ങനെ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, അവന് ഒരുപിടി പാപം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നു യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ട പാപം? പ്രിയപ്പെട്ടവരെ, തലമുറകളായി നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും എല്ലാമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മേലിലേക്ക് ആക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അവൻ ആ കുരിശന്മേൽ സന്തോഷത്തോടെ കർത്താവ് ക്രൂശ് വഹിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് കർത്താവ് ക്രൂശ് വഹിച്ചത്. പ്രിയപ്പെട്ടവരെ, അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അത്രമാത്രം വിരൂപനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് സ്വന്തം പിതാവിനോട് വരെ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കർത്താവായ യേശുക്രിസ്തു ആയി. പ്രിയപ്പെട്ടവരെ, എന്താണ് പിതാവാം ദൈവം നമ്മുടെ പാപമെല്ലാം ആ പുത്രന്മേലേക്ക് ആക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്രമാത്രം അവൻ വിരൂപനായി കിടക്കുകയാണ്. അവൻ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഭൂകമ്പം ഉണ്ടായി. ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ കീഴ് മുതൽ മുകൾ വരെയും കീറിപ്പോയി. പ്രിയപ്പെട്ടവരെ, കല്ലറകൾ തുറക്കപ്പെട്ടു എന്നെല്ലാം നമുക്ക് വായിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ മരണം നടന്നു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവിടെ ചില സ്ത്രീകൾ 24-ാം അധ്യായം ലൂക്കോസിന് സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നാരെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതേ, അരമത്തിക്കാരനായ യോസേഫും നിക്കോദിമോസും കൂടി ആ കർത്താവിന്റെ ശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ആണികളെല്ലാം ഊരി കർത്താവിന്റെ ശരീരം വളരെ പരിഭാവനമായ ഒരു വെളുത്ത തുണിയിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അരമത്തിക്കാരൻ യോസേഫിന്റെ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ആ ഒരു കല്ലറയിൽ നമ്മുടെ കർത്താവിനെ അടക്കം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം സ്ത്രീകൾ ചെല്ലുകയാണ്. അവിടുത്തെ കല്ലറ നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള കല്ലറകളല്ല. അവിടുത്തെ കല്ലറ ഒരു ഗുഹ പോലെയുള്ള കല്ലറകളാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ വാതിക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ച് അത് സീൽ ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സ്ത്രീകൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ ചെല്ലുകയാണ്. തന്റെ പ്രിയനായ യേശുവിനോടുള്ള സ്നേഹം മൂലം അവന്റെ ശരീരത്തിൽ സുഗന്ധധൂപം പുരട്ടേണ്ടതിനായിട്ട് ആ കല്ലറയുടെ അടിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാവിലെ ചെന്നപ്പോൾ അവിടെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നാരെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. അതാരായിരുന്നു? പ്രിയപ്പെട്ടവരെ, 2 ദൈവദൂതന്മാരായിരുന്നു. ഭയപ്പെട്ടു മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്തെന്ന് ചോദിക്കുകയാണ്. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പ് ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി. 11 പേർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയാം, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോട് കൂടെയുള്ള മറ്റ് സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി. തുണി മാത്രം കണ്ടു. സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവന്റെ സുവിശേഷം ഇന്നും അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായി 2024 വർഷങ്ങളായി ഇന്നും അവന്റെ സുവിശേഷം മുഴങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മൺമറഞ്ഞു പോയ അനേകം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകം വളരെയധികം ഉയർന്ന വ്യക്തിത്വങ്ങൾ അനേകരെ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയി. എന്നാൽ അവരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പ്രിയപ്പെട്ടവരെ,
അഖില മഹാന്മാർ അഖിലരും ഒരുപോലുറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനും ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവേൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൽ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൽ ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവേൻ. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തും വരുന്നിത ജയരാജൻ. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തും വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിക്കും കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിക്കും കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവേൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന് ജയഗീതം പാടിടുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ സ്വർഗത്തിൽ തന്റെ പിതാവിന്റെ സന്നിധിയിൽ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ വർഷങ്ങളായി നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളോട് അരികിലേക്ക് അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അവൻ പകർന്നത് തരികയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പ്രാർത്ഥിക്കാം അവനോട്. പ്രിയപ്പെട്ടവരെ, പ്രിയ അപ്പ, ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടവൻ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. അവൻ ഇന്ന് ഉയർത്തുന്നേറ്റ് ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ദൂതൻ സ്ത്രീകളെ അറിയിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ഈ കല്ലറയിലില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ എന്നും കാലിയാണ് പ്രിയപ്പെട്ടവരെ. അതിനുള്ളിൽ കർത്താവായ യേശു ക്രിസ്തു ഇല്ല. യെരുശലേമിലേക്ക് വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകുന്നവർ ഈ കല്ലറ കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ. അവനെ കിടത്തിയ ആ സ്ഥലം കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അവിടെ നമ്മുടെ കർത്താവില്ല. അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിലേക്ക് ഉയരത്തിലേക്ക് കയറിപ്പോയി പ്രിയപ്പെട്ടവരെ. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നാം ഓരോരുത്തരും നോക്കി പാർത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിരിക്കുന്നവർ അവന്റെ രണ്ടാമത്തെ വരവില്ല. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവരായ വിശുദ്ധന്മാർ അന്ന് പറന്നുയരും. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കൾ, ഈ ഭൂമിക്ക് മുകളിലുള്ളവർ രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിച്ച് അവന്റെ രാജ്യത്തിലേക്ക് എടുക്കപ്പെടുന്ന നാളുകൾ അടുത്തു വരുന്നു പ്രിയപ്പെട്ടവരെ. അതിന്റെ കാലലക്ഷണങ്ങൾ നാം കാണുന്നുണ്ട്. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം നാം കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കാലലക്ഷണങ്ങൾ ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, തന്റെ മേഘപ്രത്യക്ഷത എപ്പോഴെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ വാനമേഘങ്ങളിൽ വന്നു നിൽക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവർ മാത്രം, വിശുദ്ധന്മാർ മാത്രം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ മാത്രം, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വസിക്കുന്നവർ മാത്രം, ഒരു കാന്തം മുകളിൽ വന്ന് പിടിക്കുമ്പോൾ ഇരുമ്പാണികൾ അതിലേക്ക് പറ്റിപ്പിടിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ആ മധ്യാകാശത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവന്റെ ആത്മാവ് ഉള്ളിലുള്ളവർ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം പ്രിയപ്പെട്ടവരെ അവനിലേക്ക് ആകർഷിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയുടെ ഈ അണ്ടകടാഹത്തിന്റെ 5 വൻകരയിലും ഈ ഭൂമിയിലെ 5 വൻകരയിലുമുള്ള അനേകർ എടുക്കപ്പെടുന്ന ഒരു നാളുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു വാർത്ത നാം കേൾക്കും പ്രിയപ്പെട്ടവരെ, നടുക്കുന്ന ഒരു വാർത്ത, അനേകരെ കാണാതെയായി എന്ന് പ്രിയപ്പെട്ടവരെ. ഒരു സുപ്രഭാതത്തിൽ ഞൊടിയിടയിൽ അവൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി അവൻ വാനമേഘങ്ങളിൽ വരും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞൊടിയിടയിൽ ചിലരെല്ലാം കാണാതെയാകും പ്രിയപ്പെട്ടവരെ. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ചില വാർത്തകൾ കേൾക്കാം പ്രിയപ്പെട്ടവരെ. ചില വിമാനങ്ങൾ കൂട്ടിയിടിച്ചുവെന്ന്, കാരണം ചില വിമാനങ്ങൾ തകർന്നു വീണുവെന്ന്, ചില ട്രെയിനുകൾ കൂട്ടിയിടിച്ചുവെന്ന്. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? അതിന്റെ പൈലറ്റുമാര് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പറന്നു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പലരെയും കാണാതെയാവുന്ന ഒരു നാട് വരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ അന്നത്തെ പിറ്റേ ന്യൂസിൽ കാണാം ചിലരെല്ലാം കാണാതെയായി എന്ന്. അത് മറ്റൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ആ മേഘപ്രത്യക്ഷത നടക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. കാലലക്ഷണങ്ങൾ വിളിച്ചോതുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ നമുക്ക് കഴുകപ്പെടാം. അവന്റെ പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനം നമുക്ക് പ്രാപിക്കാം പ്രിയപ്പെട്ടവരെ. അതിനായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഈ നാളുകളിൽ കൂട്ടിവരുത്തുന്നത്. അതിനാണ് ഈ ഭൂമിയുടെ 5 വൻകരകളിലും സുവിശേഷം ഘോഷിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ നാട് മുതൽ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. തലമുറകളായി സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ ബലഹീനായ അടിയനും അവന്റെ വചനം പറയുവാൻ അവൻ ഭാഗ്യം തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അവൻ വചനം മനസ്സിലാക്കി തരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ തന്നു പ്രിയപ്പെട്ടവരെ. ഏറ്റവും പാപിയും ദോഷിയുമായ അടിയനെയും അവൻ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ. എന്നെ സ്നേഹിക്കാമെങ്കിൽ ഇവിടെയുള്ള ഏതവനെയും സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് എനിക്ക് പ്രഖ്യാപിക്കുവാൻ ധൈര്യമായി കഴിയും പ്രിയപ്പെട്ടവരെ. അത്രമാത്രം കൊടും ക്രൂര പാപിയായി എന്നെ സ്നേഹിച്ച എന്റെ യേശു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതാണ് എനിക്കിത് പറയാനുള്ള സുവിശേഷം. എന്നെ സ്നേഹിച്ച എന്റെ യേശു, എനിക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നവനായ എന്റെ യേശു, അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അവന്റെ അടിപ്പിണറുകളുള്ള സൗഖ്യം ഈ നാളുകളിൽ നിങ്ങൾക്ക് അനുഭവിക്കാം പ്രിയപ്പെട്ടവരെ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ 2024 വർഷം കഴിഞ്ഞിട്ടും 25ാമത്തെ വർഷത്തിലും യേശുവിന്റെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവന് വേണ്ടി അനേകം രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ നിങ്ങൾക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലും മറ്റ് ആഫ്രിക്കൻ കൺട്രീസിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു അകത്തുള്ളവരായ ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തു അകത്തുള്ളവൻ എന്നാണ് പ്രിയപ്പെട്ടവരെ. അവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ആരുടെ അകത്തുണ്ടോ അവനാണ് ക്രിസ്ത്യാനി പ്രിയപ്പെട്ടവരെ. നമുക്ക് കൊതിക്കാം, നമുക്ക് ക്രിസ്ത്യാനികളാകുവാൻ കൊതിക്കാം പ്രിയപ്പെട്ടവരെ. ക്രിസ്തു അകത്തുള്ളവരാകുവാൻ നമുക്ക് കൊതിക്കാം പ്രിയപ്പെട്ടവരെ. അവൻ ഇന്ന് വാതിക്കൽ വന്ന് മുട്ടുന്ന ഈ സമയം പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കാം.
ഞാൻ വാതിൽക്കൽ നിന്ന് വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അരികിൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്നു കൊടുക്കുക. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരോടും കൂടെ ജീവിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെ പരിശുദ്ധമാവനെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. കർത്താവേ, നിസ്സാരരും പാപികളുമായി ഞങ്ങൾ സന്ദർശിപ്പാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, ഈ സമയം അത്രയും അവിടെ നിങ്ങളോട് സംസാരിച്ചതിന് നന്ദി അപ്പാ. ജീവന്റെ ആലോചന ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി കർത്താവേ. ദൂതന്മാർ മനുഷ്യ ജീവികളോട് ഇടപെടുന്നത് ഞങ്ങളെ നീ പഠിപ്പിക്കുന്നതിന് നന്ദി കർത്താവേ. ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി കർത്താവേ. നിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഞങ്ങൾ പ്രകാശിത പൂരിതമാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വിശാലത പ്രാപിക്കുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. ഞങ്ങളുടെ സ്ഥിതികൾ മാറുമെന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ കർത്താവേ, നീ കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, വർധനം ഉണ്ടായിട്ടുണ്ട് അപ്പാ. ഹല്ലേലൂയ കർത്താവേ, ചില വർധനം ഉണ്ടാവുന്ന ദിവസങ്ങളാക്കി മാറ്റണമേ കർത്താവേ. അപ്പാ, ഈ നാടുകൾ അതിശയങ്ങളുടെ ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവേ അപ്പാ, തുള്ളനും പച്ചപ്പുഴവും വെട്ടിലും തിന്നുകളഞ്ഞ മാസങ്ങളും അബ്ദങ്ങളും ആണ്ടുകളും ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില നല്ല നാടുകൾ ഞങ്ങളുടെ മേൽ പ്രഖ്യാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗത്തിലെ അപ്പാ, നിന്റെ പ്രഖ്യാപനം ഉണ്ടാവട്ടെ അപ്പാ. ഹല്ലേലൂയ. ചില അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ചില പുതിയ ഭാവി ഉണ്ടാവട്ടെ അപ്പാ. ഹല്ലേലൂയ അപ്പാ, സ്തോത്രം കർത്താവേ. ചില രോഗികൾ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർത്താവേ. ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇരിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന കുഞ്ഞിനെ കർത്താവേ അവൻ്റെ മേൽ സൗഖ്യമാക്കുന്ന ദൈവശക്തി ഈ സമയം വ്യാപിക്കട്ടെ കർത്താവേ. അതുപോലെ കർത്താവേ, ഈ അടുത്ത നാളുകളിൽ അടുത്ത പ്രാർത്ഥനാ വിഷയം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഗർഭപാത്രത്തിൽ ചില മുഴകളായിട്ട് കർത്താവേ സർജറി ചെയ്യാൻ പോലും പ്രയാസമായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ കാര്യം പറഞ്ഞു കേട്ടു കർത്താവേ. ഹല്ലേലൂയ. ഈ സമയം നിന്റെ സൗഖ്യമാകുന്ന കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഷുഗർ അതുപോലെയുള്ള ചില രോഗങ്ങൾ ഞങ്ങളിൽ നിന്ന് നോർമലായി വരട്ടെ കർത്താവേ. മരുന്ന് കൊണ്ടും കഴിച്ചിട്ടും മാറാതെ കർത്താവേ ചില രോഗങ്ങൾ ഹല്ലേലൂയ അതെല്ലാം സൗഖ്യമാക്കുന്ന അവിടുത്തെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ കർത്താവേ, നിന്റെ ദൂതനെ അയക്കണമേ, സൗഖ്യമാക്കുന്ന ദൂതനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് രോഗസൗഖ്യം പൂർണ്ണ രോഗോപശാന്തിയോടുകൂടി അപ്പോൾ അവിടുന്ന് ഉദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ സകല രോഗങ്ങളും നീ ക്രൂശിന്മേൽ വഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു കർത്താവേ. നിന്റെ അടിപ്പിണരുകളാലുള്ള അത്ഭുത സൗഖ്യം കർത്താവെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ മേലുള്ള കർത്താവെ ബ്ലഡ് ക്യാൻസർ എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. അവന്റെ സിറുകളിൽ കൂടി യേശുവിന്റെ രക്തം ഒഴുകട്ടെ അപ്പാ. ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കൂടി കർത്താവ് യേശുവിന്റെ രക്തം ഒഴുകണമേ. ഹല്ലേലൂയ അപ്പാ. ഞങ്ങളുടെ സിറുകളിൽ കൂടി യേശുവിന്റെ രക്തം ഒഴുകട്ടെ അപ്പാ. ഹല്ലേലൂയ അപ്പാ. നിന്റെ രക്തം ഒഴുകുന്ന നിന്റെ സ്വഭാവമുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥന ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കർത്താവെ തലമുറകളായി പകർന്നു വന്നിരിക്കുന്ന ജീനുകളിൽ അടങ്ങിയിരിക്കുന്ന കർത്താവെ എല്ലാ ശാപങ്ങളും കർത്താവെ ഇരുട്ടിന്റെ ബലങ്ങളും അഴിഞ്ഞ് മാറട്ടെ അപ്പാ. ഹല്ലേലൂയ. അവിടുത്തെ രക്തം ജയമെടുക്കണമേ, അവിടുത്തെ കുരിശ് ജയമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തണമേ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും അവിടുത്തെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അതിന്റെ ആണിപ്പാടുള്ള കരം വെച്ച് ഞങ്ങളെ സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ കർത്താവെ. ഞങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങൾ കാണുന്നത് വരെ കർത്താവെ ഈ ദേശത്തും പരിശുദ്ധമായിട്ടുള്ള എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ദേശത്ത് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ അവിടുത്തെ ദൂതന്മാരെ ഞങ്ങൾ നീട്ടി കാവലാക്കി അയക്കണമേ എന്ന് പ്രാർത്ഥന ഞങ്ങളുടെ സഭകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ അവിടുത്തെ ബലം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ സകലജടത്തിന്റെ പേരും നിന്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാം നമ്മൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രപ്പ. സ്വർഗമേ, അവിടുന്ന് ജീവന്റെ പകരം ഞങ്ങൾക്ക് പൊരിച്ചു തന്നതിന് നന്ദി. അടിയനക്കായി ജീവൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം അപ്പ. ഹല്ലേലൂയ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും നാം വിട്ടുപോന്നിരിക്കുന്ന ഭവനങ്ങളോടും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.